ഹായ് ഗായ്സ്, നമ്മളങ്ങനെ എണീറ്റ് പല്ലേക്കാൻ പോവാണ്. അത് അമ്മ പോകുന്നു. എണീറ്റ പാടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഫുൾ വ്ളോഗ് നമ്മളിടും. ഫസ്റ്റ് ഫുൾ വ്ളോഗാണ്. അപ്പോൾ ബൈ, പല്ലൊക്കെ തെച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കാലിക്കറ്റ് ഏട്ടൻ്റെ ചേച്ചീൻ്റെ ഫ്ലാറ്റിലാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ കല്യാണമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഗോൾഡ് എടുക്കാമെന്ന് വിചാരിച്ചു കാലിക്കറ്റ് വന്നതാണ്. റീഗൽ ജ്വല്ലേഴ്സിലാണ് നമ്മൾ ഓൾറെഡി അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് കല്യാണത്തിന് വേണ്ടിയുള്ള കുറച്ച് ഗോൾഡ് സെലക്ട് ചെയ്യാൻ പോകാം. ജസ്റ്റ് സെലക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ഇന്ന് എടുക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് എന്തായാലും വരും വീഡിയോയിൽ കാണാം. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റിലാണുള്ളത്. അപ്പോൾ അനിയനും മൂത്തയും ഏട്ടൻ്റെ മോനും അമ്മയും തന്തയാണുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടിയാണ് ഇന്ന് പർച്ചേസിന് പോകുന്നത്. പർച്ചേസിനല്ല, സെലക്ട് ചെയ്യാൻ വേണ്ടി, ഗോൾഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനപ്പോൾ പല്ലും തേച്ച് ജസ്റ്റ് ബാൽക്കണിയിലൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. വ്യൂ ഒക്കെ കാണാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, എന്നാൽ പോലും നല്ല ഒരു അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും. നമുക്കിന്ന് എന്താണ് ചായ? ചപ്പാത്തി ആൻഡ് എന്ത് കറിയാണ്? മസാലക്കറി. ആരുടെ പ്രിപ്പറേഷനാണ് അമ്മേ? മുത്തേൻ്റെ. എല്ലാവരും ചായയൊക്കെ കുടിച്ച് പോകാൻ വേണ്ടി റെഡിയായി. വീഡിയോയ്ക്ക് വേണ്ടി ഹായ് പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ വളവള പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയെ പറ്റിയിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കല്യാണത്തിൻ്റെ ഗോൾഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകാമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നന്ദ അവളെ സൗന്ദര്യമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അവിടെ വെച്ചിട്ട് എന്തായാലും കാണാമെന്നൊക്കെ ഒക്കെ ബായ് എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഫ്ലാറ്റിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ അടുത്ത് കൊടുത്തു ഫോണ്, അവനെങ്ങനെയാണ് വ്ളോഗ് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് പൊന്തൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ക്യാമറ സ്റ്റാൻഡിന്. അപ്പോൾ അവനിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അവൻ്റെ ഫേസ് തന്നെ നന്നായിട്ട് എടുത്ത് ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് വെയിറ്റ് താങ്ങാനുണ്ടായപ്പോൾ അവൻ തന്നെ ഓഫ് ചെയ്ത് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു കൊറിയർ വീട്ടിൽ വന്നത്. കൊറിയർ വന്നിട്ടുണ്ട്, OTP ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നതാണ് അവർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെയും എൻ്റെ സൗന്ദര്യം കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ സേഫായിട്ട് OTPയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സാധനമൊക്കെ നന്നായിട്ട് വെക്കണമെന്നൊക്കെ പറഞ്ഞ് അതവിടെ ക്ലോസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇറങ്ങി ലിഫ്റ്റിലേക്ക് കയറാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലിഫ്റ്റിൻ്റെ ഇപ്പോഴത്തെ ലിഫ്റ്റ് എന്നുള്ളടുത്ത് കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ എടുത്തിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ അതിൻ്റെ ഇടയിലേക്ക് എൻ്റെ മുന്നിലാക്കി കയറി കഴിഞ്ഞു. അപ്പോൾ അവൻ ഭയങ്കര ഹെയർ സ്റ്റൈലൊക്കെ റെഡിയാക്കുന്നു. അവൾ വേറെന്തോ ടെൻഷനിലാണ് നന്ദ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ സ്റ്റാൻഡും കൊണ്ട് വന്നപ്പോൾ എന്നെ കുറേ കളിയാക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ മോൻ പറഞ്ഞു എന്നെ വീഡിയോയിലേക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവനെല്ലാവരുടെ പിന്നെടുത്തു. അമ്മ അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. മൂത്തയൊക്കെ ഇങ്ങനെ ഭയങ്കര എന്താ ഇവളീ പരിപാടി എന്നൊക്കെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴെ എത്തി. നമ്മൾ കാറിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഡോറൊക്കെ അതിന് തുറന്നു തന്നു. അപ്പോൾ ഞാനതിന് താങ്ക് യു ഒക്കെ പറഞ്ഞു. അവനങ്ങനെ ചെയ്യാറില്ല സാധാരണ, പക്ഷേ ഇന്നെന്തോ അങ്ങനെ ചെയ്തു. കുറച്ച് ഓവറാക്കിയാണ്, അങ്ങനെയല്ല. ഇന്ന് ഞാനാണ് മൊത്തം ചിലവ്. അപ്പോൾ അതിൻ്റെ ഒരു ബഹുമാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിതാ കാറിലേക്ക് എത്തി. അപ്പോൾ കാറിൻ്റെ ലോക്കൊക്കെ തുറന്നു. നമ്മൾ കാറിൽ കയറാൻ പോവാണ്. നമ്മൾ ഇന്ന് പോകുന്ന വണ്ടി ആണ്, ഏട്ടൻ്റെ വണ്ടിയാണ്, ഏട്ടൻ്റെ ചേച്ചീൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവനിങ്ങനെ ചോദിക്കാം, മുന്നിൽ ക്യാമറ ഉണ്ടാവുമോ? എനിക്ക് മുന്നിലിരിക്കണമായിരുന്നല്ലോ, ക്യാമറ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മാമനോട് ചോദിക്കി ക്യാമറ ഉണ്ടാവുമോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെത്താനായോ ഇവനെ? അതിൻ്റെ ഇടയിൽ ഞാൻ മാക്സിമം അവനെ കൊണ്ട് വീഡിയോയിൽ സംസാരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അതിന് ഹായ് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ ഏകദേശം കോഴിക്കോടൊക്കെ ഏകദേശം അറിയാം, അവൻ്റെ അച്ഛൻ്റെ കൂടെ അമ്മേൻ്റെ കൂടെ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു ഹായ് നമുക്ക് ഇതിൽ വീഡിയോയിൽ പ്രതീക്ഷിക്കാൻ. ഭയങ്കര ആറ്റിറ്റ്യൂഡിലുള്ള ഹായ് ആണ്. നമ്മൾ പോകുന്നത് സ്വർണ്ണം എടുക്കാനാണ്. സ്വർണ്ണം എടുക്കാൻ പോവുകയാണ് ഗൈസ്. എവിടെയാണ് പോകുന്നത്? റീഗൽ ജ്വല്ലേഴ്സിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ റീഗൽ ജ്വല്ലേഴ്സ് എത്താനായി.
പെട്ടെന്നായിരുന്നു എത്തിയത്. നമ്മൾ അധികം ടൈമൊന്നും എടുക്കാതെ നമ്മൾ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവാൻ അതിൻ്റെ ഇടയിൽ എത്തി എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവന് നന്നായിട്ട് അറിയാം. അപ്പം നമ്മൾ ഇറങ്ങി ജ്വല്ലറിയിലേക്ക് കയറാൻ നോക്കുകയാണ്. കുറച്ച് ടെൻഷനുണ്ട്, ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടുമെന്ന്. പക്ഷേ സ്മൈൽ ഒരിക്കലും എൻ്റെ മുഖത്തത് പോയില്ല. അപ്പോൾ ടെൻഷൻ ഇപ്പോൾ ഫേസിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് എന്തൊക്കെ ഡിസൈൻ. എനിക്കിഷ്ടം എന്ന് വെച്ചാൽ നഗാസിൻ്റെ ആണ് ഇഷ്ടം. പക്ഷേ പണിക്കൂലീൻ്റെത് പ്രശ്നമുള്ളത് കൊണ്ട് നോക്കാമെന്നുള്ള രീതിയിൽ ജസ്റ്റ് ആദ്യം നോക്കി. ആദ്യം വെച്ചത് റൂബി വെച്ചിട്ടുള്ള ഒരു നെക്ലേസാണ്. താഴത്തെ നഗാസ് തന്നെയാണ്, സെമി നഗാസും അങ്ങനെയാണ്, റൂബിയും എമറാൾഡും ഒക്കെ വെച്ചിട്ടുള്ളത്. ഈ ഒരു സെറ്റ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത് ഏകദേശം കൺഫേം ആക്കി വെച്ചതാണ്. അപ്പോൾ പിന്നെയും അതിൻ്റെ താഴേക്കുള്ള മാലകൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി ഒരു കോയിൻ, ലക്ഷ്മി കോയിൻ നെക്ലേസും അതിൻ്റെ കൂടെ തന്നെ വേറൊരു മാലയും നഗാസിൻ്റെ തന്നെ നോക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ വീഡിയോ കോൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയുണ്ട് എന്തായാലും ഈ ഒരു സെറ്റ്. അപ്പോൾ അവിടെയുള്ള ചേച്ചി നന്നായിട്ട് സെറ്റ് ചെയ്തൊക്കെ തന്നു. എൻ്റെ മുഖത്തൊരു ടെൻഷൻ എന്ന് വെച്ചാൽ പണിക്കൂലിൻ്റെ ടെൻഷനാണ് എൻ്റെ ഫേസിൽ കാണുന്നത്. ഭയങ്കര പണിക്കൂലിയാവുമോ അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കെന്തായാലും മൂന്നാമത്തെ മാല ഇഷ്ടമായിന്. പക്ഷേ അതിന് ഒരുപാട് മുത്തും, അതായത് നമുക്ക് റീസെയിൽ വാല്യൂ ഇല്ലാത്ത കുറേ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് എന്തായാലും മേലത്തെ രണ്ടും എന്തായാലും ഫൈനൽ ചെയ്തു, താഴത്തെ രണ്ടും നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ. അതിന് ശേഷമാണ് നമ്മൾ ഏട്ടൻ്റെ മാല അനിയനിട്ട് നോക്കി, അവൻ്റെ തലയിൽ കൂടി പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ തല ഏകദേശം ഏട്ടൻ്റെ തലേനേക്കാളും വലിയ തലയാണ്. അപ്പോൾ അവൻ്റെ തലയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും സെറ്റായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം സെലക്ട് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. വള ഞാൻ ജസ്റ്റ് 2 വള മാത്രം, ഒരു പവൻ്റെ 2 വള മാത്രം സെലക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതൊന്നും എടുക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായത് മാത്രം സെലക്ട് ചെയ്ത്. അതിൻ്റെ ഇടയിൽ നീ എന്താ എനിക്ക് വാങ്ങിത്തരുന്നതെന്ന് വെച്ചപ്പോൾ അവിടെയുള്ള നഗാസിനെ നല്ല അടിപൊളി ഒരു ആളെയൊക്കെ കാണിച്ചു തന്നു, അതാണ് വാങ്ങിച്ചിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി, പണിക്കൂലിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. പാദസരം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഹൈലൈറ്റ് മാളിലേക്ക് പോവാണ്. കുറേ നേരം ഇവാൻ, അതായത് ഏട്ടൻ്റെ മോൻ കുറേ നേരം ഞങ്ങളോടെ സഹകരിച്ചു. അപ്പോൾ അവന് ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമല്ലോ, അവൻ കുറേ നേരമായിട്ട് വിശക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിൽ പോയി നേരെ ഫുഡ് കോർട്ടിലുള്ള ഫർസയിലേക്കാണ് പോകുന്നത്. ഫർസയാണ് ഞാനും ഏട്ടനും ഒക്കെ പോയി കഴിഞ്ഞാൽ, ഹൈലൈറ്റ് മാളിൽ പോയി കഴിഞ്ഞാൽ ഫർസയാണ് ഏക ഫുഡ് സ്ഥലം. അതായത് ബിരിയാണി, അവിടുത്തെ ബിരിയാണി ഭയങ്കര അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അവന് മന്തിയാണ് വേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മന്തി എന്ന് പറഞ്ഞിട്ടാണ് വന്നത് തന്നെ. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് മേലോട്ടേക്ക് പോവുകയാണ്, ഫുഡ് കോർട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ നടക്കുന്നൊരു വീഡിയോ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ നന്ദനെ കൊണ്ട് അതും ഞാൻ എടുപ്പിച്ചു. അതിൻ്റെ ഇടയിൽ അവൻ വിശക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മാളിൽ വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കൊണ്ട് സ്പീഡിലേക്ക് ഓടുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫർസിലെത്തി. അപ്പം മെനു ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വന്നതുകൊണ്ട്. അപ്പോൾ എന്നാലും അമ്മ മരിച്ച് മെനു ഒക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവാൻ പറയാണ് ഒന്ന് ഫുഡും വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അവൻ നിൽക്കുന്നത്. കാരണം രാവിലെ അവൻ എന്തോ വാശി പിടിച്ചിട്ട് ഫുഡൊന്നും കഴിക്കാതെ. ഇപ്പൊ എന്നാ തോന്നേ? അത് പറ. ഒച്ചത്തെ പറയൂ, എന്താണ് ചോദിക്കുന്നത്? ഞാനത് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അവൻ ക്യാമറ ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എടുത്തതാണ്. ഇത് നന്ദൻ്റെ അടുത്ത് എന്നെ എടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്ത അതാണ്, എൻ്റെ വീഡിയോ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഹായ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് ഫോൺ മേടിച്ചു. ഫുഡ് വരാനായി. ആദ്യം നമുക്ക് പ്ലേറ്റാണല്ലോ കൊണ്ടു തരിക. പ്ലേറ്റ് കൊണ്ടു തന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കുമല്ലോ. നമുക്കൊരു മറ്റേ ഒരു ഇപ്പം വരും എന്നുള്ള ഈ ഒരു ഇത് കിട്ടാൻ വേണ്ടി പ്ലേറ്റും വെള്ളവും ഗ്ലാസ്സും ആദ്യം കൊണ്ടു തന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ മന്തി വന്നപ്പോൾ എല്ലാവർക്കും എന്താ ചെയ്യണ്ടേ, എടുക്കുക എന്ന് വെച്ചാൽ അവർ വെച്ചതിന് ശേഷം എടുക്കണം, ആർത്തിയാന്ന് വിചാരിക്കും. കാരണം അത്രയും എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇവിടുത്തെ ബിരിയാണി എന്തായാലും എനിക്ക് വേണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് മന്തിയും കൂടി വാങ്ങിച്ചു, ഫുൾ മന്തിയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു. ഫുള്ളാണോ ഓഫാണോ ശരിക്കും ഓർമ്മയില്ല. എന്തായാലും അവൻ വേഗം എടുത്തു കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ എന്തോ ഫാഷൻ ഷോയുടെ റിഹേഴ്സലോ കാര്യങ്ങളോ എന്തോ നടക്കുന്നത് കണ്ടു. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു.
അവനും ഭയങ്കരമായിട്ട് നോക്കി നിന്നു. അപ്പം ഞാൻ ജസ്റ്റ് വെസ്റ്റ് സൈഡിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് വെസ്റ്റ് സൈഡിലേക്ക് പോയി. സേവ് ദ ഡേറ്റിനെ പറ്റി എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. ഓൾറെഡി 2-3 തീം മനസ്സിലുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ബ്രൈഡ് ടു ബിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാമെന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷേ അങ്ങനെ എനിക്ക് കണ്ണിൽ അത്ര ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നൊന്നും കണ്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ സേവ് ദ ഡേറ്റിൻ്റെ ട്രഡീഷണൽ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള സാരി വെട്ടിത്തയ്ച്ച് പവടി ബ്ലൗസ് ആക്കാൻ വേണ്ടി സാരി സെലക്ട് ചെയ്യാൻ വേണ്ടി പോയി. ആദ്യം കസവ് കേന്ദ്രയിൽ പോയി. എനിക്ക് അങ്ങനെ അവിടുത്തെ ഞാൻ വിചാരിച്ച ഒരു കളറിൽ സാധനം ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണിൽ പോയി. കല്യാണമാണ് എനിക്കെപ്പോഴും എല്ലാം കിട്ടുന്നൊരു സ്ഥലം. കല്യാണിന്ന് സാരി കിട്ടി. അതിനുശേഷം ഹൽദിയുടെ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കി. റാണി പിങ്ക് ആയിരുന്നു ഞാൻ നോക്കി. പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇഷ്ടാവാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ഒരു ഓവർ കോട്ട് വരുന്നുണ്ട്. അത് ഭയങ്കര ബോർ. അത് വീഡിയോ എടുക്കാൻ വിട്ടു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.